നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. 2 വർഷമായി തകർന്നെടുക്കുന്ന റോഡ് നന്നാക്കുക, സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുതലക്കോടം പ്രദേശത്തെ 2 റെസിഡൻസ് അസോസിയേഷനുകളുടെയും പൊതുജനങ്ങളുടെയും നേതൃത്വത്തിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ ധർണ നടത്തി. ചെറുകിട ഷാപ്പ് വ്യവസായികളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ 23-ന് തൊടുപുഴ ജോഷ് ഭവനിൽ വെച്ച് കുടുംബ സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുരിശുപാറ കോട്ടപ്പാറ കുരങ്ങാടി റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തം. കുരിശുപാറയിൽ നിന്ന് ആരംഭിച്ച് കോട്ടപ്പാറ വഴി കുരങ്ങാട്ടിയിലെത്തുന്ന റോഡിന്റെ കേവലം കുറച്ച് ഭാഗം മാത്രമാണ് ഇനി നിർമ്മാണം കാത്തുകിടക്കുന്നത്. കോടിക്കുളം ടൗണിലും പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനുകളിലും ഹൈ മാർച്ച്, മിനി മാർച്ച് ലൈറ്റുകൾ തെളിയുന്നില്ല. ഇതോടെ കോടിക്കുളം ആകെ ഇരുട്ടിലാണ്. ഇതുമൂലം സാമൂഹ്യ വിരുദ്ധരുടെ സ്വകാര്യ വികാര കേന്ദ്രമായി കോടിക്കുളം മാറി. ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റിൽ പരിശോധന നടത്തി. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കംപ്ലൈന്റ് പോർട്ടലിലൂടെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വാർത്തകൾ വിശദമായി. 2 വർഷമായി തകർന്നെടുക്കുന്ന റോഡ് നന്നാക്കുക, സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുതലക്കുളം പ്രദേശത്തെ 2 റെസിഡൻസ് അസോസിയേഷനുകളുടെയും പൊതുജനങ്ങളുടെയും നേതൃത്വത്തിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ ധർണ നടത്തി. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. നവകേരള സദസ്സിൽ പോലും പരാതി നൽകിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് ജനങ്ങൾ ആരോപിച്ചു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 2 പ്രധാനപ്പെട്ട റോഡുകളായ മുതലക്കോടം പുതുച്ചിറ റോഡും മുതലക്കോടം മടത്തിക്കണ്ടം റോഡും തകർന്ന് തരിപ്പണമായി കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. പലതവണ അധികാരികളെ വിവരം അറിയിച്ചു. നവകേരള സദസ്സിലും പരാതി നൽകി. എങ്കിലും ഇതുവരെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. മടത്തിക്കണ്ടം റോഡിലേക്കായി അനുവദിച്ചു കിട്ടിയ 27 ലക്ഷം MLA ഫണ്ട് ഉപയോഗിച്ച് റോഡ് പണികഴിപ്പിക്കാൻ കഴിയാത്ത കഴിവുകെട്ട ഭരണാധികാരികളാണ് ഇവിടെ ഉള്ളതെന്ന് സമരക്കാർ ആരോപിച്ചു. വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുനിസിപ്പാലിറ്റിയിലെ 2 റെസിഡൻസ് അസോസിയേഷനുകളുടെയും പൊതുജനങ്ങളുടെയും നേതൃത്വത്തിൽ ധർണ നടത്തിയത്. തൊടുപുഴ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി അഡ്വക്കേറ്റ് CM മുനീറിന്റെ അധ്യക്ഷതയിൽ CP മാത്യു ഉദ്ഘാടനം ചെയ്തു. റോഡുകൾ പുനരുദ്ധരിക്കാൻ മാത്രമല്ല, സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും കാണാനില്ല. പലപ്പോഴും ഞങ്ങളുടെ കൗൺസിലർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണായിരുന്ന ജെസിയോടും സംസാരിച്ചപ്പോഴൊക്കെ, കൗൺസിലറായിരുന്ന സമയത്ത് ജെസി അതിലെല്ലാം എല്ലാ വീടുകളിലും ഒക്കെ എത്തുമായിരുന്നു. പക്ഷെ വൈസ് ചെയർമാനായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ജോലി തിരക്ക് കൂടുമല്ലോ. ആ ജോലി തിരക്കിൽപ്പെട്ട് റോഡ് നോക്കാനോ ലൈറ്റ് നോക്കാനോ എന്തിനാ വാർഡിലെ മനുഷ്യരെ നോക്കാനോ പുള്ളിക്കാരത്തേക്ക് സമയമുണ്ടായിരുന്നില്ല. അത് ഐക്യജനാധിപത്യത്തിൻ്റെ ഭാഗമായി ജെസി ഇരുന്ന സന്ദർഭത്തിൽ വളരെ നല്ല മിടുക്കിയായൊരു കൗൺസിലറായിരുന്നു. ക്രോസ് ചെയ്ത് ഈ LDFിൻ്റെ കൂടാരത്തിൽ ചെന്ന് പെട്ടപ്പോൾ ജെസിയുടെ സ്വഭാവത്തിനും മാറ്റമുണ്ടായി. അഡ്വക്കേറ്റ് ജോസഫ് ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ റെസിഡൻസ് അസോസിയേഷനുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട റോഡ് നവീകരണ കർമ്മസമിതി ഭാരവാഹികളായ ഡൊമിനിക് പോൾ, ഡോക്ടർ K പ്രഭാകരൻ പിള്ള, KS ഹസൻകുട്ടി, ഡോക്ടർ കുര്യാക്കോസ് മാത്യു, പൗലോസ് MI, CE മൈദീൻ ഹാജി, പ്രൊഫസർ ക്ലെമന്റ് PJ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പായ്പ്ര പോയാലിമലയിൽ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി ഹൃദ്യം ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയുടെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയാണ് ഹൃദ്യം. ടൂറിസ്റ്റ് കേന്ദ്രത്തെ ആ നാട്ടിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുവാനും സഞ്ചാരികൾക്ക് താമസിക്കുവാനും ആസ്വദിക്കാനും കഴിയുന്ന കേന്ദ്രമാക്കി മാറ്റുന്ന പദ്ധതിയാണ് ഉത്തരവാദിത്ത ടൂറിസം. പായ്പ്ര പോയാലിമലയിൽ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയായ ഹൃദ്യം ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയാണ് ഹൃദ്യം. ടൂറിസ്റ്റ് കേന്ദ്രത്തെ ആ നാട്ടിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുവാനും സഞ്ചാരികൾക്ക് താമസിക്കുവാനും ആസ്വദിക്കുവാനും കഴിയുന്ന കേന്ദ്രമാക്കി മാറ്റുന്ന പദ്ധതിയാണ് ഉത്തരവാദിത്ത ടൂറിസം. പ്രാദേശിക സമൂഹത്തിന്റെ ജീവിത രീതികൾക്ക് ആഘാതമേൽപ്പിക്കാതെ ടൂറിസം പദ്ധതി മുൻപോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ തർബീയത്ത് സ്കൂൾ അധ്യാപകരും കുട്ടികളും ചേർന്ന് നടപ്പിലാക്കി വരുന്ന ഹൃദ്യം പദ്ധതിയുടെ ഉദ്ഘാടനം പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM അസീസ് നിർവഹിച്ചു. ടൂറിസ്റ്റ് കേന്ദ്രത്തെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് എത്താനും താമസിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ലളിതമായ അർത്ഥം. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്
നമ്മുടെ ഈ പോയാലിയും പരിസരങ്ങളിലും ലഹരി ഉപയോഗം കൂടുന്നതായിട്ട് പല റിപ്പോർട്ടുകളും വന്ന സാഹചര്യത്തിലാണ് സർജിയത്ത് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പദ്ധതിയുമായി രംഗത്തെത്തിയത്. ഈ പരിസരവാസികളായ ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം ഉറപ്പ് നൽകുന്ന ഒരു പദ്ധതി കൂടിയാണ് ഹൃദയം പദ്ധതി. രജിത് ഇ.കെ, സംഗീത സി, അരുൺ കൃഷ്ണ, അദ്നാൻ, ആഷിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ചെറുകിട ഷാപ്പ് വ്യവസായികളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ 23-ന് തൊടുപുഴ ജോഷ് പവലിയനിൽ വച്ച് കുടുംബ സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സഹകരണ രജിസ്ട്രാർ തുറമുഖ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യും. എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ചടങ്ങിൽ പി. ജെ. ജോസഫ് എം.എൽ.എ, എം.എം. മണി എം.എൽ.എ എന്നിവർ പങ്കെടുക്കും. മാരകമായ മയക്കുമരുന്നുകളുടെ ലഭ്യതയും ലഹരി കൂടിയ വിദേശ മദ്യത്തിന്റെ ഉപയോഗവും അശാസ്ത്രീയമായ നിയമങ്ങൾ മൂലവും പരമ്പരാഗത വ്യവസായമായ കള്ള് വ്യവസായം ഇന്ന് പ്രതിസന്ധി നേരിടുന്നതായി ചെറുകിട ഷാപ്പ് ഉടമകൾ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ശരീരത്തിന് ദോഷകരമല്ലാത്ത കള്ള് ചെത്ത് വ്യവസായത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് ചോട്ടി ഷോപ്പ് ലൈസൻസി അസോസിയേഷൻ. സംഘടനയുടെ 8ാമത് കുടുംബസംഗമമാണ് 23-ന് തൊടുപുഴ ജോഷ് പവലിയനിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. സഹകരണ രജിസ്ട്രേഷൻ തുറമുഖ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് സമ്മേളനത്തിന്റെയും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കാരുണ്യ പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിക്കും. ഇപ്പോൾ നടത്തിവരുന്ന ഈ ഷാപ്പുകൾ ഇങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കേണ്ട ഞങ്ങളുടെ ഒരു സംഘടനയുടെ ആവശ്യം വരികയും 10 വർഷത്തിന് മുമ്പായിട്ട് ഈ ചെറുകിട ലൈസൻസുകളെ എല്ലാം ചേർത്ത് അവർ മാക്സിമം നടത്തുന്നത് 3 തൊട്ട് 5 വരെ അല്ലെങ്കിൽ 7 വരെ പരമാവധി ഷാപ്പുകളുള്ള ഓരോ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ്. അല്ലാതെ ജില്ലാ അടിസ്ഥാനത്തിലോ റേഞ്ച് അടിസ്ഥാനത്തിലോ നടത്താൻ ശേഷിയൊന്നും അവർക്കില്ല. അങ്ങനെയുള്ള ലൈസൻസുകളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ സംഘടന. അപ്പൊ സംഘടനയെ കുറിച്ചുള്ള ഒരു ആമുഖമാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് സംഘടന ഉണ്ടാകാനുള്ള ഒരു കാരണം. 10 വർഷം മുമ്പാണ് രൂപീകരിച്ചത്. 2 വർഷം കോവിഡ് ആയതുകൊണ്ട് സംസ്ഥാന സമ്മേളനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടന്നിരുന്നില്ല. അപ്പോൾ ഇത് 8ാമത്തെ സംസ്ഥാന സമ്മേളനമാണ്. തൊടുപുഴ വെച്ച് 2024 ഫെബ്രുവരി 23 വൈകിട്ട് 5 മണിക്ക് തൊടുപുഴ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനം. അതിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ കുടുംബസംഘവും ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ തുറമുഖ രജിസ്ട്രേഷൻ വകുപ്പ് മിനിസ്റ്റർ ശ്രീ വാസവൻ അവர்களാണ്. ചടങ്ങിൽ പി. ജെ. ജോസഫ് എം.എൽ.എ, എം.എം. മണി എം.എൽ.എ, എക്സ്-എം.പി. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എം.വി. ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എം.എസ്. മോഹൻദാസ്, ട്രഷറർ മനോജ് മണി, ജില്ലാ പ്രസിഡന്റ് വി.എസ്. ബിജു, സെക്രട്ടറി ബെന്നി എബ്രഹാം, ബേബി ചാക്കോ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സപ്ലൈകോ സ്റ്റോറുകളിൽ ആവശ്യ സാധനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ചതിലും വില വർധനവിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പല്ലാരിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിവാട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് മുമ്പിലാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ധർണാ സമരം പോത്താനിക്കാട് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനസ് മീരാൻ അധ്യക്ഷത വഹിച്ചു. സപ്ലൈകോയ്ക്ക് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സപ്ലൈകോ സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ചതിലും വില വർധനവിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പല്ലാരിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിവാട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് മുമ്പിലാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ധർണാ സമരം പോത്താനിക്കാട് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. റേഷൻ കട വഴി പാവപ്പെട്ടവർക്ക് 2 രൂപയ്ക്ക് അരി ഉൾപ്പെടെ സപ്ലൈകോ വഴി നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ മിതമായ വിലയ്ക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് യഥേഷ്ടം വാങ്ങുന്നതിനുള്ള ഇടപെടൽ നടത്തുകയും അത് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 7 വർഷമായി പിണറായി വിജയന്റെ സർക്കാർ കേരളം ഭരിച്ച് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് മാവേലി സ്റ്റോറുകളുടെയും പൊതുവിതരണ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന മേഖലയുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഇന്ന് സപ്ലൈകോയിൽ യാതൊരു സാധനങ്ങളുമില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനസ് മീരാൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അമീൻ ടി.എം. മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് സെക്രട്ടറിമാരായ എം.എം. അലിയാർ, കെ.കെ. അഷറഫ്, കെ.ഇ. കാസിം, ഷൗക്കത്ത് എം.പി, അനീസ് ഓലിക്കൽ, മാഹുൽ എം.എ, അറഫൽ ടി.എസ്, ആസിഫ് കെ.എ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ,
കോതമംഗലം. കുരിശുപാറ കോട്ടപ്പാറ കുരങ്ങാട്ടി റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തം. കുരിശുപാറയിൽ നിന്ന് ആരംഭിച്ച് കോട്ടപ്പാറ വഴി കുരങ്ങാട്ടിയിലെത്തുന്ന ഈ റോഡിന്റെ കേവലം കുറച്ച് ഭാഗം മാത്രമാണ് ഇനി നിർമ്മാണം കാത്തുകിടക്കുന്നത്. ഈ ഭാഗത്ത് നിർമ്മാണ ജോലികൾക്കായി തുക അനുവദിച്ച് ടെൻഡർ നടത്തിയിട്ടും നിർമ്മാണം വൈകുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം ഉയരുന്നത്. കുരിശുപാറ മേഖലയിൽ നിന്നും എളുപ്പത്തിൽ അടിമാലിയിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന പാതയാണ് കുരിശുപാറ കോട്ടപ്പാറ കുരങ്ങാട്ടി റോഡ്. കുരിശുപാറയിൽ നിന്നും ആരംഭിച്ച് കോട്ടപ്പാറ വഴി കുരങ്ങാട്ടിയിലെത്താൻ കുറഞ്ഞ ദൂരവും ചുരുങ്ങിയ സമയവും മതി. കുരങ്ങാട്ടിയിൽ നിന്നും കോട്ടപ്പാറയിൽ നിന്നും റോഡിന്റെ നിർമ്മാണ ജോലികൾ നടത്തിയിട്ടുണ്ടെങ്കിലും മധ്യഭാഗത്തായുള്ള കുറച്ച് ദൂരം നിർമ്മാണം കാത്തുകിടക്കുകയാണ്. ഇതിൽ കുറച്ച് ഭാഗത്തെ നിർമ്മാണത്തിനായി ഇടുക്കി MP തുക അനുവദിക്കുകയും നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. ശേഷിക്കുന്ന കുറച്ച് ഭാഗത്തെ നിർമ്മാണ ജോലികൾക്കായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തുക അനുവദിക്കുകയും ടെൻഡർ നടക്കുകയും ചെയ്തു. ടെൻഡർ എടുത്തിട്ടും നിർമ്മാണം വൈകുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം ഉയരുന്നത്. കുരിശുപാറയിൽ നിന്നും കോട്ടപ്പാറ കൊരങ്ങാട്ട് വഴി അടിമാലിക്ക് പോകുന്നതിനുള്ള ഒരു പ്രധാന പാതയാണിത്. ഇത് മാങ്കുളം, ഈച്ചാട്, കുരിശുപാറ, കല്ലാർ തുടങ്ങിയുള്ള പ്രദേശവാസികൾക്ക് എത്രയും എളുപ്പത്തിൽ 15 മിനിറ്റ് കൊണ്ട് അടിമാലിയിൽ എത്തിച്ചേരുവാനും ഹോസ്പിറ്റൽ തുടങ്ങിയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനും പെട്ട ഒരു വഴിയാണിത്. ഇത് MP ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ വകയിരുത്തി 385 മീറ്റർ റോഡ് പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. അതിൽ തുടർന്ന് ബാക്കിയുള്ള കുറച്ച് സ്ഥലം 5 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സോമൻ ചെല്ലപ്പൻ്റെ ഫണ്ടിൽ നിന്നും വിലയിരുത്തി അതിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കോൺട്രാക്ടർ എടുത്തിട്ടുള്ളതാണ്. ഇത് കാലതാമസം വരുത്തുകയും നാളിതുവരെ പൂർത്തീകരിക്കുകയും ചെയ്യാത്തതിനാൽ നാട്ടുകാർ ആകെ പ്രതിഷേധത്തിലാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡ് പൂർത്തീകരിച്ച് പ്രദേശവാസികൾക്ക് തുറന്നു കൊടുക്കുവാൻ അധികാരികളുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പാത സഞ്ചാരയോഗ്യമായാൽ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുരിശുപാറ മേഖലയിൽ നിന്നും ആളുകൾക്ക് അടിമാലി ടൗണിലെത്താനാകും. കോട്ടപ്പാറയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഈ പാത ഉപയോഗിക്കാം. വേനൽക്കാലമായതിനാൽ നിലവിൽ ഇതുവഴിയുള്ള യാത്രയ്ക്ക് തടസ്സമില്ല. പക്ഷേ മഴക്കാലം ആരംഭിച്ചാൽ നിർമ്മാണം കാത്തുകിടക്കുന്ന ഭാഗം ചെളിക്കുണ്ടായി മാറുകയും യാത്ര ദുഷ്കരമായി തീരുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, അടിമാലി. കോടിക്കുളം ടൗണിലും പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനുകളിലും ഹൈമാച്ച്, മിനി മാച്ച് ലൈറ്റുകൾ തെളിയുന്നില്ല. ഇതോടെ കോടിക്കുളം ആകെ ഇരുട്ടിലാണ്. ഇതുമൂലം സാമൂഹ്യ വിരുദ്ധരുടെ സ്വകാര്യ വികാര കേന്ദ്രമായി കോടിക്കുളം മാറിക്കഴിഞ്ഞു. കൂടാതെ ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. ഏറെ നാളായിട്ട് ലൈറ്റുകൾ നന്നാക്കാൻ പഞ്ചായത്തോ കരാർ കമ്പനിയോ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഹൈമാസ് ലൈറ്റുകൾ പ്രകാശം പരത്തുന്നില്ല. പകൽ കഴിഞ്ഞാൽ കോടിക്കുളത്തെ ജംഗ്ഷനുകൾ ഇരുട്ടിൽ മുങ്ങും. പ്രവർത്തനം നിലച്ച ലൈറ്റുകൾ ഏറെ നാളായിട്ടും പുനഃസ്ഥാപിക്കാൻ പഞ്ചായത്തോ കരാർ കമ്പനിയോ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇവിടെ ഈ വഴികൾക്ക് തെളിയാതെയായിട്ട് 2-3 വർഷം ഇതിലായിട്ട് ഒരു വെട്ടമില്ല, ഒന്നുമില്ല. സന്ധ്യ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കാൻ പോലും നിവൃത്തിയില്ലാതെ വളരെ അന്ധകാരമായിട്ട് മാറിയിരിക്കും. ഇവിടെ പെണ്ണുങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പോലും നിർത്തിയില്ല. കാരണം എല്ലാവരും കടയെല്ലാം അടച്ചു പോകും 7 മണി കഴിയുമ്പോഴത്തേനും. ഒരു വെയിറ്റിംഗ് ഷട്ടുള്ളത് ചുമ്മാ അങ്ങനെ അവിടെ കിടപ്പുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട മെമ്പർക്ക് പോലും ഇവിടെ യാതൊരു ഉത്തരവാദിത്തമില്ല. ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വഴിവിളക്ക് വരില്ലേ? ഇത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. പലതവണ നമ്മളോടും ഇവിടെയുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുള്ള. കോടിക്കുളം ടൗണിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് പ്രവർത്തിക്കുന്നത് ഭാഗികമായി. പ്രവർത്തിക്കുന്ന ഭാഗം വൃക്ഷങ്ങളുടെ ഇലകളും ചില്ലകളും മൂടിയിട്ട് മാസങ്ങളായി. ഇത് നീക്കം ചെയ്യാൻ പഞ്ചായത്തോ ഇലക്ട്രിസിറ്റി ബോർഡോ തയ്യാറാകുന്നില്ല. സമീപ ജംഗ്ഷനുകളായ ചാലക്കുമുക്ക് പഞ്ചായത്ത് പടിയൊക്കെ സന്ധ്യയായാൽ പൂർണ്ണമായി ഇരുട്ടിലാണ്. വിദ്യാർത്ഥികളും വനിതകളും ഉൾപ്പെടെ ബസ് ഇറങ്ങുന്ന ഇവിടെ സ്ഥാപിച്ച മിനി മാസ് ലൈറ്റ് പ്രവർത്തിക്കാത്തത് പൊതുജനങ്ങൾക്ക് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഈ മരത്തിൻ്റെ ഉള്ളിലാണ് ഇത് കൊണ്ടുവച്ചേക്കണേ. മരത്തിൻ്റെ ഉള്ളിലേക്കൊണ്ട് ഇവിടെ പുറത്ത് ഒന്നും കാണാനുമില്ല. ഇവിടെ നിറച്ച ആൾക്കാർ ഇവിടുന്ന് വരുന്നവരെല്ലാം പല ജോലിയും കഴിഞ്ഞ് കൊച്ചുകുട്ടികൾ തൊട്ട് ജോലിക്കാരും എല്ലാം ഇതിലാണ് നടന്നു പോകുന്നത്. ഇവിടെ ഈ ഭാഗത്തൊരു വെട്ടവുമില്ല. അത് മാത്രമല്ല, ഇവിടെ രാജവമ്പാല ഈ റോഡിൽ ക്രോസ് ചെയ്ത് എപ്പോഴും പോകണം. രാജവമ്പാലുണ്ട്. സ്കൂളിൻ്റെ അവിടെ ഈ കയറ്റം കയറി പോകുന്നിടത്ത് പെണ്ണുങ്ങളൊക്കെ ഓടിയിട്ടുണ്ട് രാത്രിയിൽ. വെട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവം. ബൈക്കെ ചുറ്റിയിട്ട് കഴിഞ്ഞ ദിവസം ഒരുത്തൻ തിരിച്ചു പോന്നു. ബൈക്ക് ഇട്ടിട്ട് ഓടി. പാമ്പ് ഭയങ്കരമായിട്ട് നീളമുള്ള രാജവമ്പാലാണ്. ബജറ്റിലും വിവിധ പദ്ധതികളിലുമായി വഴിവിളക്കിനും അനുബന്ധ സേവനങ്ങൾക്കുമായി തുക മാറ്റിവെക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും കാര്യക്ഷമമാകുന്നില്ല എന്നാണ് ജനങ്ങളുടെ ആരോപണം. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പരശുമല എസ്റ്റേറ്റിൽ പരിശോധന നടത്തി. തോട്ടമേഖല കേന്ദ്രീകരിച്ച് ലഹരിയുടെ ഉപയോഗവും അനധികൃത മദ്യവിൽപ്പനയും നടക്കുന്നുവെന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കംപ്ലയിന്റ് പോർട്ടലിലൂടെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തോട്ടം മേഖലകൾ കേന്ദ്രീകരിച്ച് ലഹരിയുടെ ഉപയോഗവും കൂടുന്നതായുള്ള മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലും വണ്ടിപ്പെരിയാർ തോട്ടം മേഖലകൾ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന നടക്കുന്നുവെന്ന് എക്സൈസ് സംഘത്തിന് കംപ്ലയിന്റ് പോർട്ടലിലൂടെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലുമായിരുന്നു തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റിൽ ഇന്ന് ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്.
ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങി പ്രദേശത്തെത്തിച്ച അനധികൃത വിൽപ്പന നടത്തുന്നു എന്നായിരുന്നു എക്സൈസ് സംഘത്തിന് കംപ്ലയിന്റ് പോർട്ടലിലൂടെ ലഭിച്ച പരാതി. ഇടുക്കി എക്സൈസ് ഓഫീസിലേക്ക് ഈ പരാതി കൈമാറുകയും തുടർന്ന് ഇടുക്കി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സംഘം തോട്ടം മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. എക്സൈസ് സംഘത്തിന് ലഭിച്ച പരാതി പ്രകാരം പരിശോധനയിൽ അനധികൃത മദ്യവിൽപ്പന കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നാണ് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധനാ സംഘം അറിയിച്ചത്. ഇടുക്കി എക്സൈസ് ഓഫീസ് സ്പെഷ്യൽ സ്ക്വാഡ് ഓഫീസർമാരായ നെബു, ആൽബിൻ, സുരഭി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ മുള്ളരിങ്ങാടിൽ ATM കൗണ്ടർ സ്ഥാപിച്ചു. വണ്ണപ്പുറം പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയായ മുള്ളരിങ്ങാട്, വെള്ളക്കയം, പട്ടയക്കുടി മേഖലയിലെ ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായ ATM കൗണ്ടർ സാക്ഷാത്കരിച്ചുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുള്ളരിങ്ങാട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സ്ഥാപിച്ച ATM കൗണ്ടർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ മുള്ളരിങ്ങാട് ATM കൗണ്ടർ സ്ഥാപിച്ചു. വണ്ണപ്പുറം പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയായ മുള്ളരിങ്ങാട്, വെള്ളക്കയം, പട്ടയക്കുടി മേഖലയിലെ ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായ ATM കൗണ്ടർ സാക്ഷാത്കരിച്ചുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുള്ളരിങ്ങാട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലാണ് ATM കൗണ്ടർ സ്ഥാപിച്ചത്. മേഖലയിലെ ജനങ്ങൾക്ക് പണം പിൻവലിക്കുന്നതിനും ഇതര ബാങ്കിംഗ് ആവശ്യങ്ങൾക്കുമായി 5 കിലോമീറ്റർ സഞ്ചരിച്ച് വണ്ണപ്പുറത്തോ 13 കിലോമീറ്റർ അകലെയുള്ള പൈങ്ങോട്ടൂരോ പോകേണ്ട സ്ഥിതിവിശേഷമായിരുന്നു. ഈ സാഹചര്യത്തിൽ വാർഡ് മെമ്പർ ജിജോ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റും വിവിധ ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന സമിതി രൂപീകരിക്കുകയും തുടർന്ന് നടന്ന ചർച്ചകളുടെ ഫലമായാണ് ATM കൗണ്ടർ സ്ഥാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA കൗണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഈ തവണ നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ ചെന്ന് സംസാരിച്ചു. അപ്പോൾ അവരിങ്ങനെ ഒരു ATM നമുക്ക് മുള്ളരിങ്ങാട് വെച്ച് തരാമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ നാട്ടുകാർ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ATM സ്ഥാപിക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഹെഡ് മാനേജറോട് പറയുകയുണ്ടായി. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളെയും നമ്മൾ അറിയിക്കുകയും അവരുമായിട്ട് നല്ല സപ്പോർട്ട് ഉണ്ടാകുകയും ആ സമീപനത്തോടു കൂടിയാണ് നമുക്കിവിടെ ഈ മുള്ളരിങ്ങാട് ഒരു ATM സ്ഥാപിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ എല്ലാവിധ ആശംസകളും. പഞ്ചായത്ത് അംഗം ജിജോ ജോസഫ്, മായ ശിവദാസ്, SBI വണ്ണപ്പുറം ബ്രാഞ്ച് മാനേജർ അജേഷ്, ജിക്കു ജെയിംസ്, പ്രസൂൾ PJ, തെരേസ ജോർജ്, ബിജു അഗസ്റ്റിൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നമ്മുടെ ഈ മുള്ളരിങ്ങാടിൻ്റെ അഭിമാനമായ ഈ പുതിയ ATMന്റെ ഉദ്ഘാടനത്തിലേക്ക് നയിച്ച ഓരോ ചുവടുകളിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഉള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇങ്ങനെ നമ്മൾ ATM വണ്ണപ്പുറത്തെടുക്കാൻ ചെന്നപ്പോൾ ചെറിയ പ്രാദേശികമായ ചില തടസ്സങ്ങൾ നേരിട്ടു. അതുപോലെ ഹയർ ഓഫീസർമാർ ഇത്രയും റിസ്ക് എടുക്കണമെന്ന് അജയ് സാറിനോട് ചോദിച്ചു. മിനിഞ്ഞാന്നൊക്കെ രാത്രി 3 മണി വരെ നിന്നാണ് അഖിലേഷ് സാറും അജയ് സാറും കൂടെ നിന്ന് ആണ് ഈ ATM ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ചത്. സാറിന് 3 വർഷം പൂർത്തിയായി. അടുത്ത മാസം മാർച്ച് മാസം വണ്ണപ്പുറത്ത് നിന്ന് പോകാനുള്ള സാറാണ്. സാറിനോടുള്ള നന്ദി. നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ആഗ്രഹം സബലീകരിച്ച് തന്നതിൽ സാറിൻ്റെ ആ ഒരു റിസ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ മുള്ളരിങ്ങാട് നിവാസികളുടെ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിലവിൽ ഒരു ATM മെഷീനാണ് ഉള്ളത്. CDM, പാസ്ബുക്ക് പ്രിന്റർ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഭാവിയിൽ ലഭ്യമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കുടിയേറ്റ ഗ്രാമമായ വെൺമണിയിൽ നിന്ന് ആദിവാസി മേഖലയായ പാലപ്ലാവിലേക്കുള്ള റോഡിൽ വാഹന കാൽനടയാത്ര ദുരിതമായി. കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏറ്റവും അവികസിത ഗ്രാമങ്ങളിൽ ഒന്നാണ് ആദിവാസികൾ കൂടുതലായി താമസിക്കുന്ന പാലപ്ലാവ് അംബേദ്കർ കോളനി. വണ്ണപ്പുറം ചേലച്ചൂട് റോഡിലെ വെൺമണി ടൗണിൽ നിന്നും 2 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ പാലപ്ലാവ് കോളനിയിലെത്താം. 100 കണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്തേക്ക് യാത്രായോഗ്യമായ വഴിയില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏറ്റവും പ്രസിദ്ധ ടൂറിസ്റ്റ് കേന്ദ്രമാണ് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കട്ടിലും കസേരയും. വേനൽക്കാലങ്ങളിലും മറ്റും 100 കണക്കിന് സഞ്ചാരികൾ ഈ പ്രദേശത്തേക്ക് കടന്നു വരാറുണ്ട്. പൊതുഗതാഗത സംവിധാനം ഇല്ലാത്ത പ്രദേശത്ത് ഓട്ടോറിക്ഷകളാണ് പാലപ്ലാവ് നിവാസികളുടെ ഏക യാത്രാമാർഗം. എന്നാൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഓട്ടോറിക്ഷകളും കടന്നു വരാത്ത അവസ്ഥയാണ്. ഇത് ഞങ്ങളുടെ വെൺമണി പാലപ്ലാവ് റോഡാണ്. അത് കാരണം ഓട്ടോ പോലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൊച്ചിൻ്റെ കൈ മുറിഞ്ഞിട്ടാണ് ഞങ്ങൾ കൊച്ചിനെ എടുത്തുകൊണ്ടാണ് പോയത്. പാതിരാത്രി ആയപ്പോൾ ഒറ്റ ഓട്ടോകളും വിളിച്ചിട്ട് വരുന്നില്ല. റോഡ് മോശമായ കാരണമാണ്. അത് കാരണം ഞങ്ങൾ ഒത്തിരി ചുമന്ന കൊച്ചിനെ എടുത്തുകൊണ്ടാണ് പാതിരാത്രി പോയത്. ഞങ്ങൾക്ക് കാലങ്ങളായി അവഗണനയിൽ കിടക്കുന്ന ആദിവാസി സമൂഹത്തിനും ഇവരുടെ കാർഷിക മേഖലയ്ക്കും ഉണർവ് നൽകുവാൻ ഈ റോഡ് അടിയന്തരമായി യാത്രായോഗ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയമേളയുടെ ഭാഗമായി കോയമ്പത്തൂർ അമൃത കാർഷിക കോളേജ് വിദ്യാർത്ഥികൾ നിരവധി പരിപാടികൾ സിറുകളന്തൈ പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കർഷകർക്ക് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിച്ചു കൊടുക്കുകയും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു.
കോളേജ് ഡീൻ ഡോക്ടർ സുധീഷ് മണലിൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ മേളയുടെ ഭാഗമായി കോയമ്പത്തൂർ അമൃത കാർഷിക കോളേജ് വിദ്യാർത്ഥികൾ നിരവധി പരിപാടികൾ സുറുകളന്തൈ പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കർഷകർക്ക് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിച്ചു കൊടുക്കുകയും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ജൈവ കൃഷിക്ക് ഏറ്റവും ഉപയോഗിക്കുന്ന വളം കൂടിയാണ് മണ്ണിര കമ്പോസ്റ്റ്. ഇത് മിക്കവാറും എല്ലാത്തരം വിളകൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഈ വളത്തിന്റെ നിർമ്മാണത്തിൽ ലഭിക്കുന്ന മറ്റൊരു വളമാണ് വെർമി വാഷ്. ഇതും നല്ല വളമാണ്. സാധാരണയായി മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കുന്നത് ഒരു സംഭരണിയിൽ അഴുകുന്ന ജൈവവസ്തുക്കൾ ഇട്ട് അതിൽ മണ്ണിരകളെ നിക്ഷേപിച്ചാണ്. ജൈവകൃഷി കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ തന്നെ സ്വീകരിക്കാവുന്ന മാർഗമാണിത്. കോളേജ് ഡീൻ ഡോക്ടർ സുധീഷ് മണലിൽ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള വാട്ടർ അതോറിറ്റി പബ്ലിക് ഹെൽത്ത് സർക്കിൾ ഇടുക്കി ഡിവിഷൻ പൈനാവ് ഓഫീസുകളുടെ ഉദ്ഘാടനം നടന്നു. ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓഫീസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കിയിലെ കുടിവെള്ള പദ്ധതികളുടെ ആസൂത്രണവും നടത്തിപ്പും ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി കേരള വാട്ടർ അതോറിറ്റിയുടെ 4 പുതിയ ഓഫീസുകൾ പൈനാവിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു അധ്യക്ഷത വഹിച്ച യോഗം ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഓഫീസുകളുടെ നിർമ്മാണം പ്രവർത്തനോദ്ഘാടനവും ബഹുമാനപ്പെട്ട മന്ത്രി ഈ നാടിന്റെ ആരാധനാ ജനപ്രതിനിധി. നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ സമഗ്രമായി നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികൾ നിലവിൽ കാര്യക്ഷമമായി ഉണ്ടായിരുന്നില്ല. അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് പല ഘട്ടങ്ങളിലായി ഈ പ്രവർത്തനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താൻ ഒരു ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം സമഗ്രമായ മാറ്റത്തിനാണ് കേരളത്തിൽ ഇടം കൊടുക്കുന്നത്. കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജലം ലഭ്യമാക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ തീരുമാനം. ഇത് കേരളത്തിന്റെ സമഗ്ര മാറ്റത്തിന് വഴിതെളിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മുൻ വൈദ്യുത വകുപ്പ് മന്ത്രി MM മണി മുഖ്യപ്രഭാഷണം നടത്തി. കേരള വാട്ടർ അതോറിറ്റി ടെക്നിക്കൽ മെമ്പർ S സേതുകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിക്ക് ആശംസകൾ അറിയിച്ച് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ KG സത്യൻ, രാജിച്ചൻ നീർനാക്കുന്നിൽ, ഷാജി പാമ്പൂരി, വിറ്റാജ് ജോസഫ്, ഷാജി കാഞ്ഞമല, അനിൽ കൂവപ്ലാക്കൽ, ജോസ് കുഴിക്കണ്ടം, ഷിജോ തടത്തിൽ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മാസ്റ്റേഴ്സ് അത്ലറ്റിക് ദേശീയ മീറ്റിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയവരിൽ കട്ടപ്പന സ്വദേശിയും വെള്ളയാങ്കുടി കളപ്പുരയ്ക്കൽ സെബാസ്റ്റ്യൻ തോമസാണ് റിലേ മത്സരത്തിലൂടെ കേരളത്തിനായി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. പൂനെയിൽ വെച്ച് നടന്ന 44ാമത് മാസ്റ്റേഴ്സ് അത്ലറ്റിക് ദേശീയ മീറ്റിലാണ് ഹൈറേഞ്ചിന് അഭിമാനമായി സെബാസ്റ്റ്യൻ തോമസ് കേരളത്തിനായി സ്വർണ്ണ മെഡൽ നേടിയത്. റിലേ മത്സരത്തിലായിരുന്നു നേട്ടം. കോട്ടയം, തൃശൂർ, മലപ്പുറം സ്വദേശികളാണ് റിലേയിലെ സഹകളിക്കാരായി ഉണ്ടായിരുന്നത്. 73-കാരനായ തോമസ് ഏട്ടൻ വോളിബോളിലൂടെയാണ് കായിക രംഗത്തെത്തിയത്. കൃഷിക്കൊപ്പം വോളിബോളിനെയും പ്രണയിച്ചതോടെ പിൽക്കാലത്ത് അറിയപ്പെടുന്ന പ്ലെയറായി മാറുവാൻ ഇദ്ദേഹത്തിനായി. കായിക മേഖലയിൽ പ്രായം ഒരു പ്രശ്നമല്ല എന്നതിന് ഉദാത്ത മാതൃകയാണ് തോമസ്. സ്പോർട്സ് മേഖല ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തന്നെ സ്പോർട്സ് മേഖല അത്ലറ്റിക്സ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വോളിബോൾ കളിയായിരുന്നു. വോളിബോളിൽ ഇവിടെ ഇടുക്കി ജില്ലയിലെ മെയിൻ ഒരു കളിക്കാരനായിരുന്നു. അന്നത്തെ കാലത്ത് വടംവലി, സ്പോർട്സ് എല്ലാം ജയിപ്പിക്കുകയും ചെയ്യും പിള്ളേർ. പിന്നെ ഞാൻ 10-22 വർഷം മണപ്പാറ സ്കൂളിൽ പിള്ളേരെ സ്പോർട്സിൽ പഠിപ്പിക്കാനായിട്ട് പോകുമായിരുന്നു. മത്സരത്തിന് പോലെ മണ്ടത്തെ അപേക്ഷിച്ചൊരു പ്രാക്ടീസൊക്കെ ലഭിക്കാൻ ഒരു സന്ദർഭങ്ങളുണ്ടോ? ഇവിടെ ഇല്ല, വെള്ളാങ്കുടിയിൽ കുറവാണ്. കട്ടപ്പന സെന്റ് ജോർജിലുണ്ട്. അവിടെ ഞങ്ങൾ ഒരു 5-10-15 പേരുണ്ട്. ഇവിടുന്ന് പ്രാക്ടീസിന് പോകുന്നവരുണ്ട്, സ്കൂൾ ഗ്രൗണ്ടിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി സമയം റോഡിൽ, പിന്നെ വെളുപ്പിനെ ഓടുന്നു, നടക്കുന്നു. പിന്നെ ഇവിടെ ജമ്പിങ് പിറ്റിനുള്ള സൗകര്യങ്ങളുണ്ട്, മണലിട്ടിട്ടുണ്ട്. ലോങ് ജമ്പ്, ഹൈ ജമ്പ് ഇവിടെ തന്നെ ചെയ്യുക. സ്കൂളിൽ അതിന് പോലും സൗകര്യമില്ല. 80കളുടെ അവസാന ഘട്ടത്തിൽ മഞ്ഞപ്പാറ ക്രിസ്തുരാജ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കായിക പരിശീലനം നൽകുവാനും തോമസ് സമയം കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റുകളിലേക്ക് നിരവധി സുഹൃത്തുക്കളെ എത്തിക്കുവാനും മത്സരിപ്പിക്കുവാനും ഇദ്ദേഹത്തിനായി. കായിക പ്രതിഭകൾ ഏറെയുള്ള കട്ടപ്പനയിൽ ഗ്രൗണ്ടിന്റെ അഭാവം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് തോമസ് പറയുന്നു. സംസ്ഥാന തലത്തിൽ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, 200 മീറ്റർ ഓട്ടം എന്നിവയിൽ 1ാം സ്ഥാനം നേടിയാണ് ദേശീയ തലത്തിൽ മത്സരിച്ചത്. അന്നമ്മ സെബാസ്റ്റ്യനാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
2 വർഷമായി തകർന്നെടുക്കുന്ന റോഡ് നന്നാക്കുക, സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുതലക്കോടം പ്രദേശത്തെ 2 റെസിഡൻസ് അസോസിയേഷനുകളുടെയും പൊതുജനങ്ങളുടെയും നേതൃത്വത്തിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ ധർണ നടത്തി. ചെറുകിട ഷാപ്പ് വ്യവസായികളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ 23-ന് തൊടുപുഴ ജോഷ് ഭവനിൽ വെച്ച് കുടുംബ സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുരിശുപാറ കോട്ടപ്പാറ കുരങ്ങാടി റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തം. കുരിശുപാറയിൽ നിന്ന് ആരംഭിച്ച് കോട്ടപ്പാറ വഴി കുരങ്ങാട്ടിയിലെത്തുന്ന റോഡിന്റെ കേവലം കുറച്ച് ഭാഗം മാത്രമാണ് ഇനി നിർമ്മാണം കാത്തുകിടക്കുന്നത്. കോടിക്കുളം ടൗണിലും പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനുകളിലും ഹൈ മാർച്ച്, മിനി മാർച്ച് ലൈറ്റുകൾ തെളിയുന്നില്ല. ഇതോടെ കോടിക്കുളം ആകെ ഇരുട്ടിലാണ്. ഇതുമൂലം സാമൂഹ്യ വിരുദ്ധരുടെ സ്വകാര്യ വികാര കേന്ദ്രമായി കോടിക്കുളം മാറി. ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റിൽ പരിശോധന നടത്തി. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കംപ്ലൈന്റ് പോർട്ടലിലൂടെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.